എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാറ്റിക്സ് പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. 100% നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമാകും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിൻ്റെ ഏതെങ്കിലും 3 പ്രാധാന്യം എഴുതുക. ഉത്തരം, പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും സങ്കീർണമായ ഡാറ്റകളെ ലളിതമായ രീതിയിലേക്ക് മാറ്റുന്നതിന് ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും താരതമ്യം ചെയ്യാൻ. രണ്ടാമത്തെ ചോദ്യം, പ്രാഥമിക ദത്തവും ദ്വിതീയ ദത്തവും വേർതിരിച്ച് എഴുതുക. വ്യക്തിഗത അഭിമുഖത്തിൻ്റെ ഏതെങ്കിലും 2 മേന്മകൾ ലിസ്റ്റ് ചെയ്യുക. ഉത്തരം, പ്രാഥമിക ഡാറ്റ ആദ്യ തവണ തന്നെ മൗലിക ഡാറ്റയെ അന്വേഷണം മുഖാന്തരം ശേഖരിച്ച ഡാറ്റയെ പ്രാഥമിക ഡാറ്റ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ദ്വിതീയ ഡാറ്റയും എഴുതേണ്ടതാണ്. വ്യക്തിഗത അഭിമുഖത്തിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, കൂടിയ പ്രതികരണ നിരക്ക്. മൂന്നാമത്തെ ചോദ്യം, പൈലറ്റ് സർവേയുടെ 2 ഗുണങ്ങൾ. ഉത്തരം, യഥാർത്ഥ സർവേ രീതിക്ക് വേണ്ടിവരുന്ന സമയം, ചെലവ് തുടങ്ങിയവയെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ പൈലറ്റ് സർവേ വഴി ലഭ്യമാകും. അഞ്ചാമത്തെ ചോദ്യം, ആവൃത്തിയൊക്കെ തന്നിട്ടുണ്ട് പട്ടികയിൽ. അതിൽ ക്ലാസ് മാർക്ക്, ക്ലാസ് ഇടവേള, താളപരിധി എന്നിവ കണ്ടെത്തേണ്ടതാണ്. ആറാമത്തെ ചോദ്യം, ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ എഴുതുക. ഉത്തരം, പട്ടിക നമ്പർ, ശീർഷകം, ക്യാപ്ഷൻ, പട്ടികയുടെ ഉള്ളടക്കം, അളവുകളുടെ യൂണിറ്റ് തുടങ്ങിയ 8 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഏഴാമത്തെ ചോദ്യം, പൈ ഡയഗ്രാം വരയ്ക്കാനാണ്. അളവുകളൊക്കെ തന്നിട്ട് അതിന് 3.6 ഗുണിച്ചിട്ട് നിങ്ങളൊരു പൈ ഡയഗ്രാം വരയ്ക്കേണ്ടതാണ്. എട്ടാമത്തെ ചോദ്യം, ഒരു ബാർ ഡയഗ്രാം വരയ്ക്കാനാണ്. അവയുടെ വില വിവരങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഒരു ബാർ ഡയഗ്രാം വരയ്ക്കുക. ഒമ്പതാമത്തെ ചോദ്യം ഒരു വലിയ മാർക്കിന് ചോദിക്കുന്നത് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് പട്ടികയിൽ നിന്നും മാധ്യകം, മധ്യാങ്കം, ബഹുലകം എന്നിവ കണ്ടെത്തുക. 11ാമത്തെ ചോദ്യം, സഹബന്ധങ്ങളെ കാണിക്കുന്ന ഡയഗ്രങ്ങൾ